ഹായ് നമസ്കാരം, ഞാൻ മുബാറക്കാണ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ്ബുക്ക് പേജുമായി എങ്ങനെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കണക്ട് ചെയ്യാമെന്നുള്ളതാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ പറ്റി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഫേസ്ബുക്ക് പേജിൽ ഇൻസ്റ്റഗ്രാം പേജ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് പല ആളുകൾക്കും ഒരു സംശയം ഉണ്ടാവും. ഇത് കണക്ട് ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ്, നമുക്ക് ഒരൊറ്റ ഇൻ്റർഫേസിൽ ഇരുന്നിട്ട് രണ്ട് പ്ലാറ്റ്ഫോമിലേക്കും ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് മെറ്റാ ബിസിനസ് സ്യൂട്ട് വഴി നമുക്ക് പോസ്റ്റേഴ്സ്, റീൽസ് ഷെഡ്യൂൾ ചെയ്യാനും, കൂടാതെ നിങ്ങളൊരു ആഡൊക്കെ റൺ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാമിലും കൂടെ ആ ആഡ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫേസ്ബുക്ക് പേജുമായിട്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കണക്ട് ചെയ്യണം. എന്നിരുന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് രണ്ട് പ്ലാറ്റ്ഫോമിൽ ഒരേ സമയം ആഡും കാര്യങ്ങളൊക്കെ റൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ നമുക്ക് ഫേസ്ബുക്ക് പേജുമായി ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കണക്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ പേജ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പേജിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ പ്രൊഫൈൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നിങ്ങളുടെ പേജ് കാണാൻ പറ്റും, നിങ്ങളുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഒന്നിൽ കൂടുതൽ പേജുകളിൽ ഇവിടെ സി ഓൾ പ്രൊഫൈൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേജിലേക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ആവും. ശേഷം നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാൻ പറ്റും മെറ്റാ ബിസിനസ് സ്യൂട്ട്, അതേപോലെ തന്നെ ആഡ്സ് മാനേജർ, പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്നൊക്കെ കാണാൻ പറ്റും. ഇവിടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. പ്രൊഫഷണൽ ഡാഷ്ബോർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ലിങ്ക്ഡ് അക്കൗണ്ട്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ലിങ്ക്ഡ് അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കണക്റ്റ് അക്കൗണ്ട്. അതായത് ഇവിടെ നിങ്ങൾക്ക് വാട്സപ്പ് കണക്ട് ചെയ്യാൻ ഓപ്ഷൻ കാണാൻ പറ്റും, ഇൻസ്റ്റഗ്രാം കണക്ട് ചെയ്യാൻ ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഓൾറെഡി സെലക്ട് ആയി കിടക്കുന്നുണ്ടാവും. ഇവിടെ കണക്റ്റ് അക്കൗണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. ഇവിടെ കണക്റ്റ് അക്കൗണ്ട് എന്ന് കൊടുക്കുക. അക്കൗണ്ട് കൊടുത്തിട്ട് പിന്നെ നേരെ എന്ത് ചെയ്യുക, കണക്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ശേഷം കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇവിടെ ലോഗിൻ ചെയ്യാനുള്ള ഒരു വിൻഡോ ആയിരിക്കും വരിക. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, യൂസർ നെയിമും പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ യൂസർ നെയിമും പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. അതായത് നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുള്ള അക്കൗണ്ട് അല്ല നിങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ടത്, വേറൊരു അക്കൗണ്ടാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ആ ഒരു ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലോ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ലോഗൗട്ട് ചെയ്യണം. ലോഗൗട്ട് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ലോഗിൻ ചെയ്യാൻ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ നിങ്ങളുടെ പുതിയ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോഴും ഇവിടെ എന്താ എറർ കാണിക്കും, കണക്റ്റ് ആവാത്ത പോലെ കാണിക്കും. ഓക്കെ, അതായത് ഇങ്ങനെ ആയിരിക്കും കാണിക്കുക ലോഗിൻ ആസ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ഇവിടെ നമ്മൾ യൂസ് നെയിം പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്താലും ഓട്ടോമാറ്റിക്കലി പിന്നെ എന്ത് ചെയ്യും, അതിലേക്ക് കണക്റ്റ് ആവാതെ എററായിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ശ്രദ്ധിക്കുക. ലോഗൗട്ട് ചെയ്തിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെസ്ക്ടോപ്പിൽ ലോഗിൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതാകുമ്പോൾ ഒന്നും കൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. ക്ലിയറായ? അതായത് നിങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ട ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അല്ല നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ട അക്കൗണ്ട് ലോഗിൻ ചെയ്ത് വെക്കുക. ലോഗിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കണക്ട് കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വരും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി, ലോഗിൻ എന്ന് വെച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവും. ഒരു പക്ഷേ ചിലപ്പം നിങ്ങൾക്ക് അവിടെ ലോഗിൻ കൊടുക്കുന്ന സമയത്ത് യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കണക്റ്റ് ആയതുകൊണ്ടാണ് ഇവിടെ സയ്യദ് മുബാറക്ക് CG എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐഡിയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.